ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ കുട്ടികളെ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇംഗ്ലീഷിലെ ഫസ്റ്റത്തെ ചാപ്റ്ററാണ് ദ ക്രോ ആൻഡ് ദ ഡിയർ. ഇത് നമ്മൾ ഏകദേശം ഒരു 2 ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞു പോയതാണ്. അന്നേരവും പകുതി പേരുണ്ടാവും, പകുതി പേരുണ്ടാവില്ല, അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്നത് ഫസ്റ്റത്തെ സെക്ഷൻ മുതൽ പറയുകയാണ് കേട്ടോ. മൊഡ്യൂൾ 1 ദ ക്രോ ആൻഡ് ദ ഡിയർ. ക്രോ ആൻഡ് ദ ഡിയറിൽ നമ്മൾ ശരിക്കും എന്തിനെക്കുറിച്ചാണ് മനസ്സിലാക്കുന്നത്? നമ്മൾ ഓൾറെഡി ഇത് എടുത്തതാണ്. ഈ ചാപ്റ്ററിൻ്റെ ഒരു സെക്ഷൻ നമ്മൾ കഴിഞ്ഞതായിരുന്നു. എന്തായിരുന്നു നമ്മളിതിൽ പറയുന്നത്? ട്രൂ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. അതേപോലെ തന്നെ ഒരു സ്ട്രേഞ്ചറെ, നമ്മൾ അപ്പോൾ കാണുന്ന ഒരാളെ, സ്ട്രേഞ്ചറെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നത്, അതായത് ബ്ലൈൻഡ്ലി നമ്മൾ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്കുണ്ടാകുന്ന, ഭാവിയിൽ നമ്മൾക്ക് വരാനിരിക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചും ഇതിൽ ഈ കഥയിൽ പറയുന്നുണ്ട് അല്ലേ. കാക്കയുടെയും മാനിൻ്റെയും കുറുക്കൻ്റെയും കഥയാണ് എങ്കിലും ഇത് ശരിക്കും നമ്മുടെ സമകാലികമായിട്ടുള്ള സംഭവ വികാസങ്ങളുമായിട്ട് നമുക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന കഥ തന്നെയാണ് അല്ലേ. ഈ അടുത്തിടെ ഒരു സംഭവം ഉണ്ടായി. അതായത് 16 വയസ്സുള്ള ഒരു പെൺകുട്ടി വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കാണപ്പെട്ടു. എന്താ കാരണം? അതൊരു ട്രസ്റ്റിൻ്റെ പേരിലുള്ള ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് ആയിരുന്നു അല്ലേ. സൂയിസൈഡ് ആയിരുന്നു. ആരെയാണത് ട്രസ്റ്റ് ചെയ്തത്? ഒരു ആൺകുട്ടി, അതിൻ്റെ ബോയ് ഫ്രണ്ടിനെ, അതായത് ഒരു 17-18 വയസ്സുണ്ടായിരുന്ന ഒരു കെനിയൻ ബോയ് ഫ്രണ്ടിനെ അതെന്ത് ചെയ്തു? വളരെയധികം ട്രസ്റ്റ് ചെയ്തു. അവർ ഭയങ്കര പ്രണയത്തിലായിരുന്നു എന്നാണ് പറയുന്നത്. അത് മരിച്ചു എന്നൊരു ദിവസം ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കാണുന്നു, അയാൾ ആത്മഹത്യ ചെയ്തു എന്ന്. അതിൻ്റെ പേരിൽ ഈ കുട്ടി എന്ത് ചെയ്തു? മനോവിഷമം കൊണ്ട് ഈ കുട്ടി ആത്മഹത്യ ചെയ്തു. എന്ത് വിരോധാഭാസമാണല്ലേ ശരിക്കും പറഞ്ഞാൽ. കാരണം എവിടെയോ ഉള്ള ഒരാൾ അയാൾ മരിച്ചു എന്നറിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഒരു കുട്ടി തമ്മിൽ കാണുകയോ അല്ലെങ്കിൽ സംസാരിക്കുകയോ ഒന്നും ചെയ്യാത്ത രണ്ട് വ്യക്തികൾ തമ്മിൽ ഫോണിലൂടെയും ഒക്കെ ഇൻസ്റ്റാഗ്രാം വഴിയും ഫേസ്ബുക്ക് വഴിയും ഒക്കെയുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്താണ് ഇങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ടല്ലേ. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ആ ഒരു വ്യക്തിയെ, അപ്പുറത്തോ അല്ലെങ്കിൽ ഇപ്പുറത്തോ ഉള്ള രണ്ട് പേര് തമ്മിലുള്ള ട്രസ്റ്റാണ്. പക്ഷേ ഇതിൽ ശരിക്കും ആ കെനിയക്കാരൻ അങ്ങനെ ഒരു കെനിയനാണോ അയാൾ, അദ്ദേഹം എന്നോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ആത്മഹത്യ ചെയ്തോ എന്നോ കറക്റ്റ് ആർക്കും അറിയില്ല. ഇപ്പോഴും അത് ദുരൂഹമായി നിൽക്കുന്ന ഒരു സ്റ്റോറി തന്നെയാണ്. ദ ക്രോ ആൻഡ് ദ ഡിയർ ഈസ് എ മോറൽ ടെയിൽ ഫ്രം ദ ഹിതോപദേശ that emphasizes the values of true friendship, wisdom and the dangers of trusting strangers blindly. എന്ത് പറയുന്നു ഈ കഥയിൽ? അതായത് നമ്മൾ ആദ്യം പറഞ്ഞു ഹിതോപദേശായ എന്ന് പറയുന്ന ഒരു കഥയിൽ നിന്നാണ് ഇത് എടുത്തിരിക്കുന്നത്. ഒരു മോറൽ സ്റ്റോറിയാണ് ശരിക്കും അല്ലേ. എന്തിനെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്? ട്രൂ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മൾ അപരിചിതരെ അന്ധമായി വിശ്വസിക്കുന്നതിനെക്കുറിച്ച് നമുക്കുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ചുമൊക്കെയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. ഇൻ ദ പീസ്ഫുൾ ഫോറസ്റ്റ് ഓഫ് ചെമ്പകവതി എ ക്രോ നെയ്മഡ് സുബുദ്ധി ആൻഡ് എ ഡിയർ നെയ്മഡ് ചിത്രാങ് വർ ക്ലോസ് ഫ്രണ്ട്സ്. ആരൊക്കെയാണ്? ചിത്രാങ് എന്ന പേരായ ഡിയറും സുബുദ്ധു എന്ന പേരായ ക്രോയും എവിടെയാണ് വസിക്കുന്നത്? കാട്ടിൽ അല്ലേ. ഏത് കാട്ടിലുള്ളത് അവർ? ചമ്പകവതി എന്ന് പറയുന്ന കാട്ടിൽ ക്രോ, സുബുദ്ധി എന്ന പേരുള്ള ക്രോയും ചിത്രാങ് എന്ന പേരുള്ള ഡിയറും താമസിച്ചിരുന്നു. വൺ ഡേ എ കണ്ണിങ് ജാക്കിൾ നെയ്മഡ് ക്ഷുദ്രബുദ്ധി സീസ് ദ ഹെൽത്തി ഡിയർ ആൻഡ് പ്ലാൻസ് ടു ഈറ്റ് ഹിം. എന്ന് പറയുന്നത് ഒരു ദിവസം ആ ഒരു വഴിക്ക് ആര് വരികയാണ്? ജാക്കിൾ എത്തുകയാണ്, ചെന്നായ അല്ലേ. ജാക്കിൾ എന്ത് ചെയ്യുന്നത്? ജാക്കിളിൻ്റെ പേരെന്തായിരുന്നു? ക്ഷുദ്രബുദ്ധി അല്ലേ. അതെന്താ? ആ ചെന്നായ നമ്മുടെ മാനിനെ കാണുകയും മാന് നല്ല ഫ്രഷി ആയിട്ടുള്ള മാനാണെന്ന് കാണുകയും അതിനെ കഴിക്കാൻ ഒരു പ്ലാൻ ഇടുകയും ചെയ്യുന്നു. പ്രിറ്റൻഡിങ് ടു ബി ഫ്രണ്ട്ലി ഹി ഗെയിൻസ് ദ ഡിയേഴ്സ് ട്രസ്റ്റ് ഡെസ്പൈറ്റ് ദ ക്രോസ് വാണിംഗ്. എന്താ പറയുന്നത്? പ്രിറ്റൻഡിങ് ടു ബി ഫ്രണ്ട്ലി. അതെന്താവാൻ തീരുമാനിക്കുകയാണ്? ആ ഒരു മാനുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആവാൻ തീരുമാനിക്കുകയാണ്. ആ മാനാണെങ്കിലോ നമ്മുടെ കാക്കയുടെ വാണിംഗ് അല്ലെങ്കിൽ കാക്ക നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് വരെ അവഗണിച്ചുകൊണ്ട് ചെന്നായിയുടെ ഫ്രണ്ട്ഷിപ്പിലേക്ക് വീഴുകയാണ് ചെയ്യുന്നത്. ടു ട്രാപ്പ് ദ ഡിയർ ദ ജാക്കിൾ ഇൻട്രൊഡ്യൂസസ് ഹിം ടു എ ഫീൽഡ് ഓഫ് ഗ്രെയിൻസ് ലീഡിങ് ഹിം ദ ഡെയിലി. എന്താ പറയുന്നത്? മാനിനെ തൻ്റെ വലയിലാക്കിയ കുറുക്കൻ എന്നും മാനിനെ എന്ത് ചെയ്യുമായിരുന്നു? ഒരു നെൽപ്പാടത്തിലേക്ക്, വയലിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമായിരുന്നു. എല്ലാ ദിവസവും അങ്ങോട്ടേക്ക് കൊണ്ടുപോകുമായിരുന്നു. ഇവൻച്വലി ദ ഡിയർ ഈസ് കോട്ട് ഇൻ എ ട്രാപ്പ് സെറ്റ് ബൈ ദ ഫീൽഡ്സ് ഓണർ. എന്ത് സംഭവിച്ചു? അങ്ങനെ ഒരു ദിവസം ഇവർ പോകുന്ന വഴിക്ക് ഒരു ദിവസം എന്ത് സംഭവിച്ചു? ആ ഒരു വയലിൻ്റെ ഉടമസ്ഥൻ, കർഷകൻ എന്ത് ചെയ്തു? ഒരു ട്രാപ്പ് അവിടെ തൻ്റെ വയലിലേക്ക് എത്തുന്ന മൃഗത്തെ പിടിക്കാൻ വേണ്ടി ഒരു ട്രാപ്പ് ഉണ്ടാക്കുകയും അതിൽ നമ്മുടെ മാൻ അതിൽ വീഴുകയും ചെയ്തു. വൈൽ ദ ഡിയർ വെയിറ്റ്സ് ഫോർ ദ ജാക്കിൾസ് ഹെൽപ്പ്. ഡിയർ എന്താ ചെയ്യുന്നത്? തന്നെ ഇപ്പോൾ രക്ഷിക്കുമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് അല്ലേ. ജാക്കിൾ തന്നെ ഇപ്പോൾ രക്ഷിക്കുമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. പക്ഷേ ആ ഒരു പ്രതീക്ഷ മാത്രം ബാക്കിയായി അല്ലേ. ദ ജാക്കിൾ റെഫ്യൂസസ് ടു റെസ്ക്യൂ ഹിം. ജാക്കിൾ എന്ത് ചെയ്തു? ഹി റെഫ്യൂസസ് ടു റെസ്ക്യൂ ദ ഡിയർ ഹോപ്പിംഗ് ടു എൻജോയ് ദ ഫീസ്റ്റ്. അവൻ എന്തിനു വെയിറ്റ് ചെയ്യുകയാണ് അവിടെ? എനിക്ക് നല്ലൊരു സദ്യ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് അതിന് വെയിറ്റ് ചെയ്യുകയാണ് നമ്മുടെ ചെന്നായ. ദ ക്രോ ഡിസ്കവറിംഗ് ദ ഡിയേഴ്സ് ഫ്ലൈറ്റ് ക്ലെവർലി ഇൻസ്ട്രക്ട്സ് ഹിം ടു പ്ലേ ഡെഡ്. എന്ത് പറഞ്ഞു? ആ വഴിക്ക് കാക്ക എത്തുകയും കാക്ക മാനിനോട് പറഞ്ഞു, നീ അവിടെ മരിച്ചതുപോലെ ഒന്ന് കിടക്ക്, വെറുതെ കളിപ്പിക്കേ, നമുക്ക് നോക്കാലോ എന്ന് കാക്ക മാനിനോട് പറഞ്ഞു കൊടുത്തു. വെൻ ദ ഫാമർ കംസ് ടു കളക്ട് ഹിസ് ക്യാച്ച് ദ ഡിയർ എസ്കേപ്സ് ദ ഫാമേഴ്സ് ത്രോൺ സ്റ്റിക്ക് അൺഇൻറ്റൻഷനലി കിൽസ് ദ ഹൈഡിങ് ജാക്കിൾ. എന്താ സംഭവിച്ചു അവിടെ? വെൻ ദ ഫാമർ കംസ് ടു കളക്ട് ഹിസ് ക്യാച്ച്. ഫാമർ എന്ത് ചെയ്തു? ഫാമർ ആ വയലിലേക്ക് വന്നു. എന്തിനു വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്? താൻ പിടിച്ചിരിക്കുന്ന തൻ്റെ കെണിയിൽ കുടുങ്ങിയിരിക്കുന്ന മൃഗത്തെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി വന്ന് മാനിനെ കുടുക്കിയ ആ വല നമ്മുടെ കർഷകൻ മാറ്റുമ്പോൾ മാൻ എന്ത് ചെയ്തു? മാൻ അവിടെ നിന്നും വേഗം ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഈ ഒരു ദേഷ്യത്തിൽ കർഷകൻ ഒരു വടിയെടുത്ത് എറിഞ്ഞു. ഇൻറ്റൻഷനലി അല്ല എറിഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ അത് ആ ഒരു ഏറ് ആർക്ക് കൊണ്ടു? നമ്മുടെ ജാക്കിളിനായിരുന്നു ആ ഒരു ഏറ് കൊണ്ടിരുന്നത്. അങ്ങനെ ത്രൂ ദ സ്റ്റോറി ദ ക്രോ ഡെമോൺസ്ട്രേറ്റ്സ് ദ ക്വാളിറ്റി ഓഫ് എ ട്രൂ ഫ്രണ്ട്, വൈസ്, ലോയൽ ആൻഡ് സെൽഫ്ലെസ്, വൈൽ ദ ജാക്കിൾ റെപ്രസെൻറ്റ്സ് ഡിസൈഡ് ആൻഡ് സെൽഫിഷ്നെസ്. എന്താ പറയുന്നത് ഇവിടെ? ത്രൂ ദ സ്റ്റോറി, ഈ സ്റ്റോറിയിലുടനീളം ആരെക്കുറിച്ചാണ് പറയുന്നത്? ആ ഒരു കാക്ക എങ്ങനെയാണ്? ഒരു ട്രൂ ഫ്രണ്ടാണ് അല്ലേ. നമുക്ക് എപ്പോഴും വിശ്വസ്തയോടെ നമുക്ക് കൂടെ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സുഹൃത്താണ് ആയിട്ടാണ് കാക്ക ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജാക്കിൾ എങ്ങനെയായിരുന്നു റെപ്രസെൻറ്റ് ചെയ്യുന്നത്? റെപ്രസെൻറ്റ്സ് ഡിസൈഡ് ആൻഡ് സെൽഫിഷ്നെസ്. അതായത് വഞ്ചനയുടെയും കാപ്പട്യത്തിൻ്റെയും മുഖമായിരുന്നു ജാക്കിളിനുണ്ടായിരുന്നത് അല്ലേ.
The tale teaches that true friendship shines in times of adversity and that one should be cautious while trusting unknown individuals. However, sweet the words may seem. എന്ന് പറയുന്നത് സമയോചിതമായി ഇടപെടുന്ന നമ്മുടെ നല്ലൊരു സുഹൃത്ത് ബന്ധത്തെക്കുറിച്ചും അതേപോലെ തന്നെ വൺ ഷുഡ് ബി കോഷ്യസ് വൈൽ ട്രസ്റ്റിംഗ് അൺനോൺ ഇൻഡിവിജ്വൽസ്. നമുക്ക് പരിചിതമില്ലാത്ത മുഖങ്ങൾ അല്ലെങ്കിൽ അപരിചിതരെ നമ്മൾ വിശ്വസിക്കുന്നതിലൂടെ അവരുടെ എത്രത്തോളം മധുരതരമായിട്ടുള്ള വാക്കുകളും എല്ലാം ആണെങ്കിലും ശരി അവരെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നതിൽ നമ്മൾ എത്രത്തോളം അപകടത്തിലേക്ക് പോകുന്നു എന്നുകൂടി കാണിക്കുന്ന ഒരു കഥയാണ് ദ ക്രോ ആൻഡ് ദ ഡിയർ. ഈ ഒരു കഥയുടെ സമ്മറി മാത്രമാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഇത് ഏകദേശം ഒരു 4-5 സെക്ഷൻസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കഥയിൽ ക്രോയും എന്ത് ചെയ്യുന്നുണ്ട്, ഡിയറിനോടും ഫോക്സിനോടും ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതാണ് ഇതിൽ മെയിൻ ഹൈലൈറ്റ്. ഏകദേശം 5 സെക്ഷനോളമായിട്ട് പോകുന്ന ഈ ഒരു കഥയിൽ ഇനി വരുന്നതാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ടത്. ഇതതിൻ്റെ ഒരു എന്താ പറയുക, ഒരു സമ്മറി മാത്രമാണ് കേട്ടോ. ഓക്കെ.